എല്ലാവർക്കും നമ്മുടെ ടെക് നോട്ട്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. Huawei Watch GT 2 Pro ഇന്ത്യയിൽ നെക്സ്റ്റ് വീക്ക് ലോഞ്ച് ആകാൻ പോവുകയാണ്. കൂടുതൽ സ്പെക്സോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഏതാണെന്ന് തന്നെ അവർ ഒന്നും റിവീൽ ചെയ്തിട്ടില്ല. എന്നാൽ ആംബ്ലഡ് സ്ക്രീനും കൂടാതെ സ്ക്രാച്ച് റെസിസ്റ്റൻറ്റ് സഫയർ ഗ്ലാസും ഒക്കെ ആയിരിക്കും. അതേപോലെ തന്നെ 200-ൽ പരം ഫേസസും ആ ഒരു വാച്ച് ഫേസസും കൂടാതെ 100-ന് മുകളിൽ ആ ഒരു വർക്കൗട്ട് മോഡ്സും ഒക്കെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിന് കൂടെ ലഭ്യമാകും എന്നുള്ളത് ഉറപ്പാണ്. വയർലെസ് ചാർജിങ് സപ്പോർട്ടാണ്, കൂടാതെ ആ ഒരു റിവേഴ്സ് ചാർജിങ്ങും സപ്പോർട്ടാണെന്നുള്ളതാണ്. കൂടാതെ 10 മിനിറ്റ് നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 10 മണിക്കൂർ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതൊക്കെയാണ് എടുത്ത് പറയാൻ പറ്റുന്ന കുറച്ച് ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നോക്കുവാണെങ്കിൽ ആപ്പിൾ ഐഫോൺ 13 സീരീസ് ഇന്ത്യയിൽ ലോഞ്ച് ആകുന്നത് അവരുടെ സെക്കൻഡ് വേവിലായിരിക്കും. കാരണം ഫസ്റ്റ് വേവ് എന്ന് പറയുന്നത് 24-ന് ജപ്പാൻ, US, UK അങ്ങനെയുള്ള രാജ്യങ്ങളിലായിരിക്കും. സെക്കൻഡ് വേവ് ഒക്ടോബർ 1-നാണ് തുടങ്ങുന്നത്. അന്നാണ് നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു ഐഫോൺ 13 സീരീസിലെ മൊബൈൽ ഫോൺ ലഭ്യമാകാൻ തുടങ്ങുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഐഫോൺ പ്രേമികൾ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ 14-ന് ലോഞ്ച് ആയാൽ വീണ്ടും കുറച്ച് ദിവസത്തേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യണം ഈ ഒരു ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടാൻ എന്നുള്ളതാണ്. റിയൽമി പാഡ് എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 12:30 ലോഞ്ച് ആയിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ ഒരു കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ഡിസ്പ്ലേയുടെ കുറിച്ചിട്ട്. എന്നാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഇതേ ഇപ്പം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. മീഡിയടെക്കിൻ്റെ ഹീലിയോ G80യും അതുപോലെ തന്നെ 3 വേരിയൻസിലാണ് നമുക്കിത് ലഭ്യമാവുക. 3+32 വൈഫൈ ഓൺലി, 3+32 വൈഫൈ പ്ലസ് 4G, കൂടാതെ 4+64. അതിനകത്ത് നമുക്ക് വൈഫൈ പ്ലസ് 4G മാത്രമേ ഉള്ളൂ, വൈഫൈ ഓൺലി ഇല്ല എന്നുള്ളതാണ്. വൈഫൈ ഓൺലി 3+32-ന് 13,999 രൂപയും 3+32 വൈഫൈ പ്ലസ് 4Gക്ക് 15,999 രൂപയും 4+64-ന് 17,999 രൂപയാണ് ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു 4G മോഡൽസ് എല്ലാം തന്നെ സെപ്റ്റംബർ 16-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് ഫ്ലിപ്കാർട്ടിലും അതുപോലെ തന്നെ ഒഫീഷ്യൽ അവരുടെ റിയൽമിയുടെ വെബ്സൈറ്റിലും ഒക്കെ തന്നെ ഫസ്റ്റ് സെയിലിന് എത്തുന്നതാണ്. എന്നാൽ വൈഫൈ ഉള്ളി എന്നാണ് ലോഞ്ച് ആകുന്നതെന്ന് ഇതുവരെ ഒരു ഡേറ്റ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ലോഞ്ച് ആയ 2 പ്രോഡക്റ്റുകളാണ് ഞാൻ ഇന്നലത്തെ നമ്മുടെ ടെക് നോട്ട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോബിളും അതുപോലെ തന്നെ പോക്കറ്റും. ഈ ഒരു കോബിളിന് 1,799 രൂപയും അതുപോലെ തന്നെ റിയൽമി പോക്കറ്റിന് 1,499 രൂപയാണ് ഇവർ വില ഇട്ടിരിക്കുന്നത്. എന്നാൽ ഓഫർ റേറ്റ്, ആ ഒരു ലോഞ്ചിങ് റേറ്റ് ഉള്ള രീതിക്ക് നമുക്ക് കോബിൾ 1,099 രൂപയ്ക്കും റിയൽമി പോക്കറ്റ് 999 രൂപയ്ക്കും വാങ്ങിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഉറപ്പായിട്ടും ഈ ഒരു കോബിൾ നമുക്ക് 1,099 രൂപയ്ക്ക് വാങ്ങിച്ചാൽ ബട്ട് ബൈങ് ആകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അതിൻ്റെ ആ ഒരു സ്പെക്കൊക്കെ വെച്ച് നോക്കിയിട്ട് നമുക്ക് അത്യാവശ്യം നല്ല കൊള്ളാം. പക്ഷേ 1,799 രൂപയ്ക്ക് വാങ്ങിക്കണോ വേണ്ടയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക എന്നുള്ളതാണ്. എന്തായാലും സെപ്റ്റംബർ 15-ാം തീയതി 12 മണിക്ക് നമുക്കിത് ഫസ്റ്റ് സെയിലിൽ എത്തുമെന്നുള്ളതാണ്. ഇനി റിയൽമി 8i അതുപോലെ തന്നെ റിയൽമി 8s 5G ഈ 2 പ്രോഡക്റ്റുകളും ഇന്നത് ലോഞ്ച് ആയിട്ടുണ്ട്. റിയൽമി 8i നോക്കുവാണെങ്കിൽ 6.6 ഇഞ്ച് ഫുൾ HD പ്ലസ് ഡിസ്പ്ലേയും കൂടാതെ 120 Hz റിഫ്രഷ് റേറ്റും ഒക്കെയാണ്. മീഡിയടെക്കിൻ്റെ ഹീലിയോ G96 SoCയും കൂടാതെ 2 വേരിയൻസിലാണ്, 4+64 അതുപോലെ തന്നെ 6+128. നമുക്ക് ഈ ഒരു സ്റ്റോറേജ് പോരാ എന്നുണ്ടെങ്കിൽ 256 GB വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും ഒരു SD കാർഡ് യൂസ് ചെയ്തുകൊണ്ട്. സ്പേസ് ബ്ലാക്ക്, സ്പേസ് പർപ്പിൾ എന്നിങ്ങനെ 2 കളേഴ്സിലാണ് നമുക്കത് ലഭ്യമാകുക. 50 MB പ്ലസ് 2 MB പ്ലസ് 2 MB ട്രിപ്പിൾ റെയർ ക്യാമറയാണ് നമുക്ക് ലഭ്യമാകുന്നത്. കൂടാതെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുമ്പോഴത്തേക്ക് 16 MB ആണെന്നുള്ളതാണ്. 5000 mAh ബാറ്ററി കപ്പാസിറ്റിയും കൂടാതെ 18 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ഈ ഒരു പ്രോഡക്റ്റിന് കൂടെ ലഭ്യമാകും. 13,999 രൂപ 4GB വേരിയന്റിനും 6GB വേരിയന്റിനും 15,999 രൂപയാണ്. ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ റിയൽമി 8s 5G 6.5 ഇഞ്ച് ഫുൾ HD പ്ലസ് ഡിസ്പ്ലേയും കൂടാതെ 2 വേരിയൻസിലാണ്, 6GB 8GB രണ്ടിലും 128 ആണ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് 128 പോരാ എന്നുണ്ടെങ്കിൽ 1 TB വരെ നമുക്ക് ആ ഒരു SD കാർഡ് യൂസ് ചെയ്തുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. യൂണിവേഴ്സൽ പർപ്പിൾ ആൻഡ് യൂണിവേഴ്സൽ ബ്ലൂ എന്നിങ്ങനെ 2 കളേഴ്സിലാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ലഭ്യമാകുക. കൂടാതെ ട്രിപ്പിൾ റെയർ ക്യാമറ 64+2+2 അതുപോലെ തന്നെ 16 MP ഫ്രണ്ട് ക്യാമറയൊക്കെ ആയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നത്. മീഡിയടെക്കിൻ്റെ ഡയമൻസിറ്റി 810 പ്രോസസ്സറും അതുപോലെ തന്നെ 5000 mAh ബാറ്ററി കപ്പാസിറ്റിയോട് കൂടിയിട്ട് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ലഭ്യമാകുന്നതാണ്. 33 വാട്ടിൻ്റെ ആ ഒരു ഡാർക്ക് ചാർജറും ഒക്കെ നമുക്ക് ഈ ഒരു 8s കൂടെ കിട്ടുമെന്നുള്ളതാണ്. 17,999 രൂപയാണ് ആ ഒരു 6GBക്കും 8GBക്ക് 19,999 രൂപയാണ് ആ ഒരു റേറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നോക്കുവാണെങ്കിൽ ഇൻഫിനിറ്റിയുടെ ഹോട്ട് 10i ഫിലിപ്പൈൻസിൽ ലോഞ്ച് ആയിട്ടുണ്ട്. ഒരു ബജറ്റ് മൊബൈൽ ഫോണാണ്. മീഡിയടെക്കിൻ്റെ ഹീലിയോ P65 SoCയും അതുപോലെ തന്നെ 6.52 ഇഞ്ച് HD പ്ലസ് ഡിസ്പ്ലേ 4+128 ആ ഒരു ഒറ്റ വേരിയന്റിൽ മാത്രമാണ് ഇറങ്ങുന്നത്. ഇന്ത്യൻ റേറ്റ് നോക്കുകയാണെങ്കിൽ 8,899
800 രൂപ അടുപ്പിച്ചാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വില എന്ന് പറയുന്നത്. 13 MB പ്രൈമറി ക്യാമറയും അതുപോലെ തന്നെ 6000 mAh ബാറ്ററി വിത്ത് 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ഒക്കെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ലഭ്യമാകും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആ ഒരു ടെക് ന്യൂസിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഓഫേഴ്സ് നോക്കുവാണെങ്കിൽ ആമസോണിൽ ലുക്ക് ഔട്ട് ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അപ് ടു 70% ഓഫിൽ നമുക്ക് സൺഗ്ലാസസും അതും ഇതൊക്കെ നമുക്ക് ലഭ്യമാകുന്നതാണ്. കൂടാതെ ഫെഡറൽ ബാങ്കിൻ്റെ 10% ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ടും ഈ ഒരു ഓഫറിൽ ലഭ്യമാകും. ഇനി ഫ്ലിപ്കാർട്ടിൽ നോക്കുവാണെങ്കിൽ HRXൻ്റെ പ്രോഡക്റ്റുകൾ മിനിമം 50% ഓഫിൽ നമുക്ക് ലഭ്യമാകുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ടെക് നോട്ട്സിൻ്റെ എപ്പിസോഡിൽ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യേണ്ടത്. എന്നാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.